മഹത്വവുമായി ബന്ധമുള്ളവർ വളരെ കുറവാണ്. ഞാൻ പിന്നെയും പറയുന്നു, ദൈവവുമായി ആരാധനയിലും പ്രാർത്ഥനയിലും ബന്ധമുള്ളവരുണ്ട്. പക്ഷെ മഹത്വം പറ്റിപ്പിടിച്ചവർ വളരെ കുറവാണ്. മഹത്വം ദേഹത്ത് അഡ്രസ്സ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ വിശ്വാസി എന്നതിനപ്പുറമായി മഹത്വം തൊട്ടയാൾ എന്നൊരു പേരിലേക്ക് നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ശക്തമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തോളൂ. ഒരു നോർമൽ പാസ്റ്റർ, ഒരു വിശ്വാസി, ഒരു പ്രവാചകൻ, ഒരു ശുശ്രൂഷകൻ എന്നതിനേക്കാളൊക്കെ അപ്പുറമായി മഹത്വം തൊട്ടവൻ എന്നൊരു പേര് നീ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അധരത്തിൽ നിന്ന് ആ ശബ്ദം പോകുമ്പോൾ തന്നെ അതിൽ ശക്തി വ്യാപരിക്കുന്നത് ബോധ്യമാകുന്നത് കൊണ്ട് ഞാൻ പറയാം, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നീ സഹകരിക്കുന്ന ശുശ്രൂഷകരുടെ നടുവിൽ, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ചിൽ നിന്നെ ഒരു വ്യത്യസ്തനാക്കി മാറ്റുന്നത് പലരുടെയും ദേഹത്ത് വെളിപ്പെടാത്ത, പലരുടെയും ശബ്ദത്തിൽ വെളിപ്പെടാത്ത, പലരുടെയും ശരീരത്തിൽ വെളിപ്പെടാത്ത ദൈവമഹത്വം നിന്നിൽ നിന്ന് വെളിപ്പെടുന്നു എന്നതാണ് നിന്നെ വ്യത്യസ്തനാക്കാൻ പോകുന്നത്. നിന്റെ ദേഹത്ത് നിന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുമ്പോൾ ഐ ആം റെഡി എന്ന് പറയാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ